ഓക്കെ, സോ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ഓൺലൈൻ സെഷൻ എടുത്തപ്പോൾ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ഇത് ബേസിക്കലി നിങ്ങളുടെ മൊഡ്യൂൾ 1 ആണ്. സോ ഈ ഒരു മൊഡ്യൂൾ കറക്റ്റായിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിന്റെ ഒന്നും കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിച്ചില്ല. അപ്പം ഫോഴ്സ് അനാലിസിസ്, നോർമലി ഫോഴ്സ് അനാലിസിസ് എന്താണ്? ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് നമ്മൾ ഫോഴ്സ് അനാലിസിസ് വഴി ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്, അടുത്തത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. അപ്പൊ ഈ രണ്ട് വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആൻഡ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ അതിനകത്ത് ഇനേർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. നോ ഇനേർഷ്യ ഫോഴ്സ്. ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് വരുമ്പോൾ നമ്മൾ ഇനേർഷ്യ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്താനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിനകത്താണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് വരുന്നത്. രണ്ടിനകത്തും ആപ്ലിക്കബിൾ ആണ്, പക്ഷെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിനകത്തായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ഏതൊരു സിസ്റ്റത്തെയും നമ്മൾ ഫോഴ്സ് അനാലിസിസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ടു ഗെറ്റ് ഇൻ മോർ ഡീപ്പർ, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, ഇഫ് യു കൺസിഡറിങ് എനി ബോഡി, say this body. Okay, so I am considering a body over here. So this body, how can you see that this body is in static equilibrium? ഈ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്തുമ്പോൾ ഈ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്തുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഏത് ബോഡിയാണെങ്കിലും നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ബോഡി, ആൻഡ് ഹൗ കെൻ യു സീ ദിസ് ബോഡി ഇസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? ദാറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു ഫോഴ്സ് അനാലിസിസ് നടത്തണം, അല്ലെങ്കിൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയിട്ട് ഒരു അനാലിസിസ് നടത്തുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പൊ രണ്ട് ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ കരുതിക്കുന്നു. ഓക്കെ, ഐ എം സീയിങ് ദാറ്റ് F1 and F2. These are the two forces that are acting on this body. Okay, F1 ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. F1 is equal to F2. അതായത് മാഗ്നിറ്റ്യൂഡ് വൈസ് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ F1 is equal to F2 എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ. ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് കാണാൻ സാധിക്കും. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. F1ന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് F2 ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടീഷണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ബോഡി ക്യാൻ ബി കോൾഡ് ആസ് സ്റ്റാറ്റിക്കലി ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ദിസ് ബോഡി ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ സാധിക്കും. വെൻ ഫോഴ്സസ് F1 and F2 are equal in magnitude and opposite in direction. Okay, so that is when this body can be called as a static equilibrium. Body is said to be in static equilibrium. So if more than two forces are acting, അപ്പോൾ നമ്മളൊരു 3 ഫോഴ്സസിന്റെ കേസ് നമുക്ക് എടുക്കാം. ഒരു 3 ഫോഴ്സസിന്റെ കേസിലുള്ള ഒരു ബോഡിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പഴയതുപോലെ തന്നെ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ബോഡി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതിനകത്ത് തന്നെ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ the 3 forces acting. So here I am considering F1, that is your first force. I am considering another force, F2. I am considering another force, that is F3. ഈ പറയുന്ന 3 ഫോഴ്സസും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാം. ഈ പറയുന്ന 3 ഫോഴ്സസും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ സാധിക്കും, കൺകറന്റ് ഫോഴ്സസ്. ഇവിടെ F1, F2 and F3 എന്ന് പറയുന്ന 3 ഫോഴ്സസും they will be acting at a single point, and only then this
body is said to be in static equilibrium. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഓക്കെ, F1, F2 ആൻഡ് F3 എന്ന് പറയുന്ന 3 ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴാണ് യു ക്യാൻ കോൾ ദാറ്റ് ബോഡി ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ 2 ഫോഴ്സസിന്റെ കേസ് നമ്മൾ പഠിച്ചു, 3 ഫോഴ്സസിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് 4 ഫോഴ്സസിന്റെ വരുമ്പോഴത്തേക്കും ഇതേ പ്രൊസീജിയർ തന്നെ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണം. 4 ഫോഴ്സസും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണം. ഓക്കെ, അതിന് പുറമെ നമുക്ക് വരുന്ന വേറൊരു സംഭവമാണ്, നമ്മളിത് സ്ലൈഡർ ട്രാങ്ക് മെക്കാനിസത്തിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു സംഭവം കൂടിയാണ്. ഇഫ് ഐ എം ഹാവിംഗ് എ ഫിക്സഡ് പോയിന്റ്, ഓക്കെ, if I'm having a fixed point and I'm having a beam, okay, it can be a beam, it can be a rod, anything. Okay, ഒരു ലെങ്ത് ഉള്ള ഒരു ബീം അല്ലെങ്കിൽ ഒരു റോഡ് ഞാൻ കൺസിഡർ ചെയ്യാണ്, അതൊരു പോയിന്റിൽ ഫിക്സ് ചെയ്തേക്കാണ്. ഓക്കെ, സോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ലൈഡർ ട്രാങ്ക് മെക്കാനിസം ഓർക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ അതിന്റെ ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന് കൗണ്ടറായിട്ട് ഒരു ഫോഴ്സ് ഇവിടെ എന്തായാലും ബൈ ലോ ഹാപ്പൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് F1ഉം F2ഉം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. F1 is equal to F2. ഓക്കെ, ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ ഇവിടെ കൊടുക്കണം. ഓക്കെ, അത് മാത്രമല്ല ഈ F1 F2 തമ്മിൽ ഒരു ഡിസ്റ്റൻസും ഉണ്ട്, H എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, F1ഉം F2ഉം കൂടെ ഒരു ലിങ്കിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്, കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒരു കൗണ്ടർ കപ്പിൾ അല്ലെങ്കിൽ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ആ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, F1H അല്ലെങ്കിൽ F2H ആയിരിക്കും ആ ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ടോർക്ക് ഷുഡ് ബി ഈക്വൽ ടു ദ കപ്പിൾ. ഇവിടെ F1 ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ F1 is equal to F2 ആണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് F1 ഇട്ടാലും F2 ഇട്ടാലും സെയിം തന്നെയാണ്. അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളിവിടെ കൊടുക്കുന്ന കപ്പിള് നമ്മളിവിടെ കൊടുക്കുന്ന ആ ടോർക്ക് എന്ന് പറയുന്നത് ആ കപ്പിളിനോട് ഈക്വൽ ആയിരിക്കണം. അത്രയും മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡി എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നതിനെ പറ്റിയിട്ടും ഉള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന രീതിയിൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ, രണ്ടാമത്തേത് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ, മൂന്നാമത്തേത് ഈ പറയുന്ന രീതിയിൽ ഒരു കപ്പിളും ഒരു ടോർക്കും ആക്ട് ചെയ്യുമ്പോൾ കേസാണ് ഞാൻ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ. നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്ന സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ MOM പഠിച്ചതിന്റെ ബേസിക്സ് എല്ലാം തന്നെ ഇവിടെ ആവശ്യം വരുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്കൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ ഒരു റഫ് ഫിഗർ ആണ് ഇപ്പൊ വരയ്ക്കുന്നത്. നേരത്തെ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാറ്റിക് ബാലൻസിങ് നടത്തുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ എത്തിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടും അതിന്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽസിനെ പറ്റിയിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ഹൗ യു റെപ്രസെന്റ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അല്ലെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള കമ്പോണൻസിനെ അല്ലെങ്കിൽ ലിങ്ക്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി യുവർ ഫിക്സ്ഡ് ലിങ്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതെന്താണ്, ഇറ്റ്സ് ബേസിക്കലി യുവർ ക്രാങ്ക്. ഐ എം നെയിമിംഗ് ഇറ്റ് ആസ് ലിങ്ക് നമ്പർ 2.
അത് കഴിഞ്ഞിട്ട് വരുന്നത് ലിങ്ക് നമ്പർ 3, അതായത് നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ലിങ്ക് നമ്പർ 4, ദാറ്റ്സ് ബേസിക്കലി യുവർ പിസ്റ്റൺ. ഓക്കെ, ദാറ്റ് ഇസ് യുവർ പിസ്റ്റൺ. സോ ലിങ്ക് നമ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫിക്സഡ് പോയിന്റ്. ലിങ്ക് നമ്പർ 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യുവർ ക്രാങ്ക്. ലിങ്ക് നമ്പർ 3 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യുവർ കണക്റ്റിംഗ് റോഡ്. ആൻഡ് ലിങ്ക് നമ്പർ 4 എന്ന് പറയുന്നത് നിങ്ങളുടെ പിസ്റ്റൺ ആണ്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഇതിപ്പോ നമ്മൾ ഒരു സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസം വരച്ചു. ഇനി ഈ പറയുന്ന സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യുകയാണ്. ഓക്കെ, അനാലിസിസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വലി ഓരോ ലിങ്ക് എടുത്തിട്ട് ആ ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്. ഞാൻ ഇവിടെ ലിങ്ക് 4ൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഇവിടെ ലിങ്ക് 4ലുള്ള ഫോഴ്സ് ഏതാണ്? എനിക്കിവിടെ ഉള്ള ഫോഴ്സ് ലിങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി പിസ്റ്റൺ. ഓക്കെ, ഇവിടെ എനിക്കൊരു പിസ്റ്റൺ ആണുള്ളത്. ലിങ്ക് 4 എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ ആണ്. അപ്പൊ ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ, ഈ ഒരു സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഫോഴ്സസ്, ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് എഴുതിയില്ല, ഞാനത് ആദ്യം ഈ ഐഡന്റിഫൈയിങ് ലിങ്ക് ആയതുകൊണ്ട് ഞാൻ എഴുതാത്തതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു FG എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. FG എന്ന് പറഞ്ഞൊരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഗ്യാസ് ഫോഴ്സ്. എന്താണ് ഗ്യാസ് ഫോഴ്സ്? ഗ്യാസ് ഫോഴ്സ് എന്ന് പറയുന്നത് കമ്പഷൻ ചേംബറിൽ കമ്പഷൻ ഉണ്ടാകുമ്പോൾ ആ കമ്പഷൻ കാരണം ഈ പറയുന്ന പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ദാറ്റ് ഇസ് ബീൻ ക്രിയേറ്റഡ് ഡ്യൂ ടു ദാറ്റ് കമ്പഷൻ ഇസ് ബേസിക്കലി ദ ഗ്യാസ് ഫോഴ്സ്. ആ ഗ്യാസ് ഫോഴ്സ് ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ശരിക്കും ഒരു മെക്കാനിസം നടക്കുന്നത്. ഈ ഗ്യാസ് ഫോഴ്സ് ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ഒരു മോഷൻ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ശരിക്കും ഒരു മെക്കാനിസത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ബേസിക്കലി ഹൗ എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വർക്ക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് FG. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു ഫ്രീ ബോഡി ഡയഗ്രം അല്ല. നമ്മൾ ഒരു ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയിട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ, സോ അടുത്തത് FG എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അടുത്തത് ഏതാണ്? ഈ കണക്റ്റിംഗ് റോഡ് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൻ വിച്ച് ഡയറക്ഷൻ? ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഫോഴ്സ്? ഫോഴ്സ് ഓഫ് ലിങ്ക് 3 ആക്ടിംഗ് ഓൺ ലിങ്ക് 4. അതാണ് F34 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന് പുറമെ ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന അടുത്ത ഫോഴ്സ് ഏതാണ്? ഈ സിലിണ്ടർ. ഈ സിലിണ്ടർ എന്താണ്? ഞാൻ ഇവിടെ ഫിക്സ്ഡ് പോലെ കാണിച്ചിരിക്കുന്നത് എന്താണ്? അതൊരു സിലിണ്ടർ ആണ്. ഓക്കെ, ആ സിലിണ്ടർ ഒരു നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒന്നുമില്ല, F ഓഫ് ലിങ്ക് 1. ലിങ്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ലിങ്ക്. ലിങ്ക് 1 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലിങ്ക് ആണ്. ഫോഴ്സ് ഓഫ് ഫിക്സ്ഡ് ലിങ്ക് ആക്ടിംഗ്, ഫിക്സ്ഡ് ലിങ്ക് 1 ആക്ടിംഗ് ഓൺ പിസ്റ്റൺ ലിങ്ക് 4. അപ്പൊ ഇത്രയും ഫോഴ്സസ്, ഈ 3 ഫോഴ്സസ് ആണ് ഈ പറയുന്ന പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു ഫോഴ്സ് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണ്. ഏതൊരു പോയിന്റിലാണ്? ഈ നമ്മുടെ ഇതാണ് നമ്മുടെ ആ ഒരു ബോഡി എങ്കിൽ, നമ്മുടെ പിസ്റ്റന്റെ ബോഡി എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ താഴെ ഒരെണ്ണം ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് F14 ആണ്. ഞാൻ ഇവിടെ അടയാളപ്പെടുത്താൻ മറന്നുപോയി. F34 ആണിത്. പിന്നെ ഒരെണ്ണം ആക്ട് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ FG അല്ലെങ്കിൽ ഗ്യാസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് മൂന്നും ഈ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ വാട്ട് യു ക്യാൻ സേ ഇസ് ദിസ് ബോഡി ഇസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പൊ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ നമ്മൾ ഈ പറയുന്ന പിസ്റ്റൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 ഫോഴ്സസും ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ ലിങ്ക് 4 ആണ്. അടുത്തത് നമുക്ക് ലിങ്ക് 3യിലേക്ക് പോകാം. ഓക്കെ, ലിങ്ക് 3 ഇതാണ് നിങ്ങളുടെ ലിങ്ക് 3 എന്ന് എഴുതിക്കോളൂ. അപ്പൊ ലിങ്ക് 3യിൽ ഏതൊക്കെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F34 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. സോ കറസ്പോണ്ടിംഗ്ലി എന്താ സംഭവിക്കുന്നത്? ഈ F34 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഈ പറയുന്ന ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ല. ഓക്കെ, ഞാൻ ഇവിടെ ലിങ്ക് 3 എന്ന് എഴുതിയേക്കാം. ലിങ്ക് 3, ഇവിടെ ലിങ്ക് 4. ഓക്കെ,
അപ്പം ലിങ്ക് 3, ലിങ്ക് 4, ലിങ്ക് 3 നമ്മളിങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ലിങ്ക് 4, ലിങ്ക് 3 പുറകിൽ നിന്ന് ഞാൻ തുടങ്ങി വരുന്നത്. ഓക്കെ, കാരണം ഇവിടെ ഇത് പുറകിൽ നിന്ന് തുടങ്ങി വരാൻ കാരണമൊന്നുണ്ട്. ഈ FG എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത് ഈ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രാങ്കില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോർക്ക് ഉണ്ടാവും, ഇല്ലേ? ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു കപ്പിൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളൊരു കൗണ്ടർ ആയിട്ട് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ടോർക്കാണ് നമ്മൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഒരു ടോർക്ക് കിട്ടിയാൽ മാത്രമാണ്, ആ ഒരു ടോർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാക്കാനായിട്ട് പറ്റുന്നത്. ആ ന്യൂമറിക്കൽസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്തിനാണ് ഈ ടോർക്ക് കണ്ടുപിടിക്കുന്നത്, എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദ എൻറ്റയർ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ലിങ്ക് 3. അപ്പൊ ഈ ലിങ്ക് 3 ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തു F34 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. പക്ഷെ ഈ F34 എന്ന് പറയുന്ന ഫോഴ്സ് ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ല. ലിങ്ക് 3 കാരണം ലിങ്ക് 4ൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു സമയത്ത് ആവശ്യം വരുന്നത്. അപ്പൊ എന്തായാലും ഈ പിസ്റ്റൺ കാരണം ഈ പറയുന്ന കണക്ടിങ് റോഡിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പിസ്റ്റൺ കാരണം ലിങ്ക് 3യിൽ അല്ലെങ്കിൽ കണക്ടിങ് റോഡിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മേളിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺ ടു ദ ലിങ്ക്. അപ്പൊ ഞാൻ ആ ഒരു ലിങ്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അത് ഏതായിരിക്കും? ലിങ്ക് എഫ് ഫോഴ്സ് ഡ്യൂ ടു ലിങ്ക് 4 ഓൺ ലിങ്ക് 3. അതാണ് F43 എന്ന് പറയുന്ന ഫോഴ്സ്. അതോടെ തീർന്നോ? ഇല്ല, അതോടെ തീർന്നിട്ടില്ല. ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ലിങ്ക് 2 ഉണ്ട്. ഈ ലിങ്ക് 2ഉം ഇത് പറയുന്ന പോലെ തന്നെ ഒരു ഫോഴ്സ് ഈ ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഞാൻ അതുകൊണ്ട് താഴെയാണ് എഴുതുന്നത്. ആ താഴെ എഴുതുന്നതിന്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഓഫ് ലിങ്ക് 2 ആക്ടിങ് ഓൺ ലിങ്ക് 3. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ലിങ്ക് 3 ഓപ്പോസിറ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും, ഇല്ലേ? ഈ ലിങ്ക് 3 ഇതിലേക്ക് ഒരു ഫോഴ്സ്, നമ്മൾ ഇവിടുന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഗ്യാസ് പ്രഷർ കാരണം ഇവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സ് ഈ കണക്ടിങ് റോഡ് വഴി ക്രാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു ഫോഴ്സ് വരുന്നു, ഈ ഒരു കണക്ടിങ് റോഡ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്, ഈ ഒരു സൈഡിലേക്കായിരിക്കും അതിന്റെ ഡയറക്ഷൻ. അല്ലെങ്കിൽ അപ്വേർഡ് ആയിരിക്കും ഈ പറയുന്ന ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. എന്താണ് എഴുതുന്നത്? ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ ലിങ്ക് 3 ഓൺ ലിങ്ക് 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നമ്മുടെ ലിങ്ക് 3ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോഴ്സസ് ആക്ടിങ് ഓൺ ലിങ്ക് 3 എന്ന് പറയുന്നത്. അപ്പൊ ലിങ്ക് 3യിൽ തീർന്നില്ല, നമുക്കിനി ഒരു ലിങ്ക് 2ഉം കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിങ്ക് 2ഉം കൂടിയുണ്ട്. എന്താണ് ആ ലിങ്ക് 2 എന്ന് പറയുന്നത്? ലിങ്ക് 2 എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ലിങ്ക്, ക്രാങ്ക് എന്ന് പറയുന്ന ഒരു ലിങ്ക്, നമ്മൾ നേരത്തെ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റ് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു രീതിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ലിങ്ക് 2 ഡ്യൂ ടു ലിങ്ക് 3. അതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ ഒന്ന് വരച്ചിടുകയാണ്. F32 എന്ന് പറയുന്ന ഫോഴ്സ്. സോ ഈ F32ന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് വേറൊരു ഫോഴ്സ് അപ്പുറത്തെ പോയിന്റിൽ അല്ലെങ്കിൽ അപ്പുറത്തെ എൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെന്തായിരിക്കും? F12 എന്ന് പറയുന്ന ഫോഴ്സ്. അതായത് ഫോഴ്സ് ഫ്രം ലിങ്ക് 1 ഓൺ ടു ലിങ്ക് 2. അതായത് ലിങ്ക് 1 ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ലിങ്ക് 2ൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ F12 എന്ന് പറയുന്നത്. ഇവിടെ F32 എന്ന് പറയുന്നത് ലിങ്ക് 3 ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ലിങ്ക് 2ൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ F32 എന്ന് പറയുന്ന ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഞാൻ ഇവിടെ H എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആ ടോർക്കിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ടോർക്കിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു F32 ഇൻറ്റു H, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു F12 ഇൻറ്റു H. ഇതാണ് ഈ ലിങ്ക് 2ന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ലിങ്ക് 1 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അത് കാരണം അതൊരു ഫിക്സ്ഡ് ലിങ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഓരോ കമ്പോണന്റിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് ശരിക്കും ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ
ഒരു ഫോഴ്സ് അനാലിസിസ്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് വഴി. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഈ ഓരോ ഫോഴ്സിനും, നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഓരോ ഫോഴ്സിനും അതിൻ്റെതായ, ഇപ്പം നമ്മൾ ഈ ഒരു 3-4, ഞാനിപ്പം ഈ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ പറയുന്ന F34 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാണ്. F34 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന F34 എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു നോർമൽ കമ്പോണന്റും F3N എന്ന് പറയുന്ന F34 എന്ന് പറയുന്ന നോർമൽ കമ്പോണന്റും അതുപോലെ തന്നെ F34 എന്ന് പറയുന്ന ഒരു റേഡിയൽ കമ്പോണന്റും ഇതിനുണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അതായത് രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മളിപ്പം നിങ്ങൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു വെക്ടർ വരയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ നോർമൽ കമ്പോണന്റും അതിന്റെ റേഡിയൽ കമ്പോണന്റും നമ്മൾ വരയ്ക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ ആ പ്രോബ്ലം ഒന്ന് വായിച്ചുവിടുകയാണ്. Determine the torque required to be applied at the crankshaft of a slider crank mechanism to bring it in equilibrium. The slider is subjected to a horizontal force of 8,000 Newton and a force of magnitude 2,000 Newton is applied on the connecting rod as shown in the figure. The dimensions of various links are as under. അപ്പോൾ ഓരോ ലിങ്കിന്റെയും ഡയമെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഡയമെൻഷൻസ് ഒന്ന് എഴുതിയിടുകയാണ്. നിങ്ങൾക്ക് ഇത് പ്രോബ്ലം, ഞാനിപ്പോൾ ഒരു റഫ് രീതിയിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആ സ്റ്റെപ്സ് മാത്രമാണ് ഒന്ന് കാണിക്കുന്നത്. ഇവിടെ OA എന്ന് പറയുന്ന നിങ്ങളുടെ ക്രാങ്ക് എന്ന് പറയുന്ന ലിങ്കിന്റെ ലെങ്ത് 250 മില്ലിമീറ്റർ ആണ്. AB എന്ന് പറയുന്നത് 750 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ AC എന്ന് പറയുന്നത് 250 മില്ലിമീറ്റർ ആണ്. ആൻഡ് ആംഗിൾ BOA എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ആംഗിൾ BOA എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉള്ളൊരു ടോർക്ക് കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ടോർക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടോർക്ക്, ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് ആണ് ശരിക്കും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ലിങ്ക് വഴി, ഓരോ ലിങ്കിന്റെയും നമ്മൾ ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഫോഴ്സ് അനാലിസിസ്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഈ ടോർക്കിലേക്ക് എത്തുന്നത്. ഓക്കെ, അല്ലാണ്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം തുടക്കം നമുക്കൊരു ബേസിക് വെച്ച് തന്നെ പോവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലിങ്ക് 4 കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി യുവർ ലിങ്ക് 4. ഞാൻ ലിങ്ക് 4 ഒന്നിവിടെ വരച്ചിടുകയാണ്. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ നമുക്ക് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡും കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ ഇവിടെ എന്താണ് വരുന്നത്? ഒരു ഫോഴ്സ് നമുക്കറിയാം. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8,000 ന്യൂട്ടൺ ആണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും. F14 എന്ന് പറയുന്ന ഒരു നോർമൽ ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആ കണക്ടിങ് റോഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് F3 ആക്ടിങ് ഓൺ 4 എന്ന് പറയുന്ന ഒരു ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാകാം ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഈ പറയുന്ന രീതിയിൽ ഇതിന് ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ഇൻ ലൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെയും ആ പറയുന്ന രീതിയിൽ റിസോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ F34 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് അറ്റ് ആൻ ആംഗിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ F34 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മളൊന്ന് റിസോൾവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ F34 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ റിസോൾവ് ചെയ്യാം. ഞാൻ അതൊന്ന് എഴുതുകയാണ്. F34 ടാൻജൻഷ്യൽ കമ്പോണന്റ്, അതുപോലെ തന്നെ F34 റേഡിയൽ കമ്പോണന്റ്. ഇവിടെ എന്ന് പറയുന്നത് റേഡിയൽ കമ്പോണന്റ് ആണ് ഇൻ ലൈൻ ആയിട്ട് വരുന്നത്. ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് നോർമൽ. ടാൻജൻഷ്യൽ, അപ്പൊ നമ്മൾ ആ ടാൻജന്റ് വെച്ച് നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി ആക്ടിങ് നോർമൽ ടു ദിസ് വൺ. ഓക്കെ, സോ ഇവിടെ ഈ പറയുന്ന രീതിയിൽ F34 എന്ന് പറയുന്ന റേഡിയൽ കമ്പോണന്റും ഇവിടെ ഈ പറയുന്ന രീതിയിൽ അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഇതിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F34 ടാൻജൻഷ്യൽ എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ അല്ലെങ്കിൽ നമുക്കത് നോർമൽ എന്ന് പറയാം. ടി എന്ന് പറയണമെന്നില്ല, എൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ ആർ ആൻഡ് എൻ റേഡിയൽ ആൻഡ് നോർമൽ കമ്പോണൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ടാൻജൻഷ്യൽ ആയിട്ട് വേണേൽ പറയാം, നോർമൽ ആയിട്ട് വേണേൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സലറേഷന്റെ കേസ് വരുമ്പോഴത്തേക്കായിരിക്കും കുറേ കൂടെ ടാൻജൻഷ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നോർമൽ കമ്പോണന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോർമൽ കമ്പോണന്റ്
ഇറ്റ് വിൽ ബി ആക്ടിങ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഇറ്റ് വിൽ ബി ആക്ടിങ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. റേഡിയൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ലൈൻ വിത്ത് ദിസ്, ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ലൈൻ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഈ രീതിയിൽ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ഫോഴ്സും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കാം. F14, അതോടൊപ്പം തന്നെ ഇവിടെ F എന്ന് പറയുന്ന FG അല്ലെങ്കിൽ F എന്ത് ഫോഴ്സ് ആണോ ആ ഫോഴ്സും കൂടെ നമുക്ക് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു കമ്പോണൻസും F34R-ന്റെയോ F34N-ന്റെയോ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. ഡയറക്ഷൻ അറിയാം, പക്ഷെ അതിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് FG എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമാണ്. ഓക്കെ, FG നമുക്കറിയാം, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം, 8000 ആണെന്ന് മാത്രം അറിയാം. നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഒരു വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ഫോഴ്സ് പോളിഗൺ, നമ്മൾ ശരിക്കും ഇതിനൊരു ഫോഴ്സ് പോളിഗൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഫോഴ്സ് പോളിഗൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് ലിങ്ക്, ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ തേർഡ് ലിങ്ക് നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുത്തിയായിരുന്നു. കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് റേഡിയൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നോർമൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് നോർമൽ ടു, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് റേഡിയൽ കമ്പോണന്റിന്റെ നോർമൽ കമ്പോണന്റിന്റെ കാര്യത്തിൽ. അപ്പൊ അതൊന്ന് മാറ്റി വെക്കുക, ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ അറിയാവുന്ന ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഫോഴ്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, FG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ F എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് കമ്പോണന്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ബാക്കി എല്ലാത്തിന്റെ ഡയറക്ഷൻ അറിയാം, പക്ഷെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞൂടാ. അത് വെച്ചിട്ട് നമുക്കൊരു ഫോഴ്സ് പോളിംഗ് വരയ്ക്കാൻ സാധിക്കത്തില്ല. ഫോഴ്സ് പോളിംഗ് വരച്ചാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഒരു ക്ലോസ്ഡ് ഫോഴ്സ് പോളിംഗ്, ഇപ്പൊ നമ്മൾ നേരത്തെ ആ ഫോഴ്സ് പോളിംഗിന്റെ കാര്യം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ഫോഴ്സ് അനാലിസിസ് നമ്മൾ നടത്തിയായിരുന്നല്ലോ, രണ്ട് ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഇതിനകത്ത് സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് ഫോഴ്സസും ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഫോഴ്സസും ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഫോഴ്സ് പോളിഗൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഫോഴ്സ് പോളിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന നമ്മൾ ഏതൊരു സിസ്റ്റം വരച്ചാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഫോഴ്സ് പോളിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോ രണ്ട് ഫോഴ്സസിന്റെ കേസിൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ഫോഴ്സ് പോളിംഗിന്റെ ഒരു ആവശ്യം വരുന്നില്ല, ബിക്കോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് വിൽ ബി ദ സെയിം. പക്ഷേ അതല്ലാണ്ട് ഇപ്പൊ നമുക്കൊരു 3 ഫോഴ്സസ്, ഈ ഒരു കേസിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ശരിക്കും 4 ഫോഴ്സസ് വരുന്നുണ്ട്, അല്ലാത്തപ്പോ നമുക്കൊരു 3 ഫോഴ്സസിന്റെ ഒരു പോളിഗൺ വിൻഡോ വരുന്നുണ്ടെന്ന് കരുതിക്കോളുക. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് ഫോഴ്സസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫോഴ്സ് പോളിഗൺ ഇപ്പൊ ഞാനിത് F1, F2 ആൻഡ് F3 എന്ന് പറഞ്ഞ 3 രീതിയിലായിട്ട് ഞാൻ ഈ ഫോഴ്സസ് എഴുതുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഫോഴ്സ് പോളിഗൺ എങ്ങനെയാണ് വരയ്ക്കുന്നത്? F1 അതിന്റെ ഡയറക്ഷൻ അറിയാം, മാഗ്നിറ്റ്യൂഡ് ഞാൻ ഇവിടെ എടുക്കുന്നില്ല. F2 അതിന്റെ ഡയറക്ഷൻ അറിയാം. ഓക്കെ, അത് F3 അടുത്ത് അതിന്റെ ഡയറക്ഷൻ അറിയാം. സോ ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ് ഫോഴ്സ് പോളിംഗ്, ഇതിനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ഫോഴ്സ് പോളിംഗ് F1, F2 ആൻഡ് F3 എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യുന്നു, എല്ലാത്തിന്റെയും 3 ഫോഴ്സിന്റെ ഡയറക്ഷൻ ഡിനോട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫോഴ്സ് പോളിഗൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലെ ഒരു ക്ലോസ്ഡ് ഫോഴ്സ് പോളിഗൺ കിട്ടുമ്പോഴാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഫോഴ്സ് പോളിഗൺ കിട്ടുമ്പോഴാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു സിസ്റ്റം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുവാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കൊരു ഫോഴ്സ് പോളിഗൺ ക്രിയേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ഒരു എലമെന്റ്, ഈ ഒരു മെക്കാനിസത്തിൽ ഈ ഒരു എലമെന്റ് നമുക്ക് സ്റ്റാറ്റിക്കലി ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു കമ്പോണന്റ്, അതായത് കണക്ടിങ് റോഡ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ കണക്ടിങ് റോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു F34R അല്ലെങ്കിൽ F34N എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നമുക്ക് കിട്ടും എന്നത് ഉറപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബേസിക്കലി ഈ കമ്പോണന്റ് എടുക്കാനായിട്ട് പോവുകയാണ്, അതായത് കണക്ടിങ് റോഡ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ആ കണക്ടിങ് റോഡ് ഒന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ കണക്ടിങ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സോ ഈ കണക്ടിങ് റോഡ് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ലിങ്ക് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്ടിങ് റോഡാണ്. ആ കണക്ടിങ് റോഡ് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ കണക്ടിങ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിൽ C എന്ന് പറയുന്ന പോയിന്റിൽ ഈ പറയുന്ന P = 2000 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിൽ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് 60 ഡിഗ്രി. ഓക്കെ, ആ ഒരു ഫോഴ്സിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഫോഴ്സ് ഏതായിരിക്കും? നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഈ ഒരു ഫോഴ്സ്, അപ്പം ഈ
ഈ പിസ്റ്റൺ ഈ കണക്ടിംഗ് റോഡിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? F43 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. F43 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ F43 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഈ F43 എടുക്കുവാണെങ്കിൽ നമുക്ക് F43 നോർമൽ കമ്പോണന്റും F43 റേഡിയൽ കമ്പോണന്റും ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ഈ F43 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ ലൈൻ വിത്ത് ദ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? റേഡിയൽ കമ്പോണന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് തന്നെ നോർമൽ കമ്പോണന്റും ഉണ്ടാവും അല്ലേ? ഈ F43ക്ക് ഒരു നോർമൽ കമ്പോണന്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു നോർമൽ കമ്പോണന്റും ഉണ്ട്, ഒരു റേഡിയൽ കമ്പോണന്റും ഈ പറയുന്ന രീതിയിൽ ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ P = 2000 ന്യൂട്ടൺ എടുത്തു. പിന്നെ അതുപോലെ തന്നെ F43 റേഡിയൽ കമ്പോണന്റും F43 നോർമൽ കമ്പോണന്റും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈ ഒരു പോയിന്റ് എന്താണ്? A എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടത്തോടെ തീർന്നില്ല. ഈ ഒരു പറയുന്ന രീതിയിൽ ഇവിടെയും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്? ഈ ലിങ്ക് 2 ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അപ്പൊ ലിങ്ക് 2 ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരുന്നു? F23 എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഇതിനും റേഡിയൽ കമ്പോണന്റും അതോടൊപ്പം തന്നെ നോർമൽ കമ്പോണന്റും ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സസും കൂടി നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫോഴ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് ഈ പറയുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇറ്റ് വിൽ ബി ആക്ടിങ് ഇങ്ങോട്ട് അല്ലെ? ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ ആ ഒരു ഫോഴ്സ് ഇവിടെ വരയ്ക്കുകയാണ്. ഏതാണ്? F23 ഏത് കമ്പോണന്റ് ആയിരിക്കും? ഇൻ ഡയറക്ഷൻ വിത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് R എന്ന് പറയുന്ന കമ്പോണന്റ് ആയിരിക്കും. FR23 എന്ന് പറയുന്നതായിരിക്കും ഇൻ ലൈൻ വിത്ത് ദിസ് വൺ, ആൻഡ് ദ അതർ വൺ വിൽ ബി ദ നോൺ കമ്പോണന്റ്. ഓക്കെ, F23N എന്ന് പറയുന്ന കമ്പോണന്റ്. അപ്പൊ ഇത്രയും ഫോഴ്സസ് ആയിരിക്കും ഈ ലിങ്ക് 3യിൽ ആക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ F23N-ഉം F23R-ഉം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ്, നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യാൻ പോവാണ്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ് ഓർ ടേക്കിംഗ് moment. We are taking moment about point A. We are taking moment about point A. Okay, അതായത് ഈ ഒരു പോയിന്റിന് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ പോയിന്റിൽ നമ്മൾ മൊമെന്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മൊമെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നല്ലായി പോകും, അല്ലെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യും, നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് FR23യും FN23യും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ ഈ പറയുന്ന രീതിയിൽ P എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, P ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, അല്ലാണ്ട് ഈ ഡിസ്റ്റൻസ് അല്ല. ഈ പറയുന്ന ഇത് 60 ഡിഗ്രിയിലാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കോമ്പസ് വെച്ചിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ എടുക്കാൻ. ഞാനിവിടെ H എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇവിടെ H എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നു. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. P ഇൻറ്റു H പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. മൊമെന്റ് എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. P ഇൻറ്റു H ഇസ് ഈക്വൽ ടു അടുത്ത വരുന്നത് എന്താണ്? അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏതാണ്? നമുക്കിവിടെ ആക്ട് ചെയ്യുന്ന അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് N ഫോഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു ഫോഴ്സ്. ഇപ്പൊ ഇൻലൈൻ ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിന്റെ ഇൻലൈൻ ആയിട്ട് വരുന്ന ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലാത്ത ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് F43N എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇവിടെയാണല്ലോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് നമുക്ക് അറിയാൻ പറ്റും? ഇതിനകത്ത് H എന്ന് പറയുന്നത് നമുക്ക് വേണേൽ കണ്ടുപിടിക്കാൻ പറ്റും. H എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, AC ഇൻറ്റു നമ്മളെ മറ്റേ കോസ് ഫംഗ്ഷൻ ഇട്ടാൽ മതി. AC ഇൻറ്റു കോസ് 30 ഡിഗ്രിയാണ് H എന്ന് പറയുന്നത്. നിങ്ങൾ ആ മറ്റേ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നത് 216.5 മില്ലിമീറ്റർ ആണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ കിട്ടി. പിന്റെ വാല്യൂ നമുക്കറിയാം. എ ബി ന്റെ വാല്യൂ നമുക്കറിയാം, നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. എ ബിന്റെ വാല്യൂ 750 മില്ലിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് F43N നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് 577.35 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് FN-ന്റെ വില കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കേട്ടോ, FN43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? FN43 എന്ന് പറയുന്നത് FN34 തന്നെയാണ്. ഓക്കെ, ബോത്ത് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്, ബട്ട് മാഗ്നിറ്റ്യൂഡ് വൈസ് ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, സോ ലെറ്റ് us കണ്ടിന്യൂ. അപ്പൊ നമുക്കിവിടെ FN34 അല്ലെങ്കിൽ F34N-ന്റെ വാല്യൂ നമുക്ക് കിട്ടി, മാഗ്നിറ്റ്യൂഡും കിട്ടി, അതിന്റെ ഡയറക്ഷനും നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫോഴ്സും കൂടെ അറിയാം, അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അറിയാം. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ഫോഴ്സ് പോളിഗൺ. ഫോഴ്സ് പോളിഗൺ നമുക്കൊന്ന് വരച്ചു തുടങ്ങാം. ആദ്യം നമുക്കറിയാവുന്ന കമ്പോണന്റ് വരയ്ക്കാം. എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. എഫിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, 8000 ന്യൂട്ടൺ. ഡയറക്ഷനും നമുക്കറിയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായ സ്കെയില് വെച്ചിട്ട് തന്നെ ഇത് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ അതായത് 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു മേ ബി ലൈക്ക് 500 ന്യൂട്ടൺ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കെയിലിൽ 1 സെന്റിമീറ്റർ യൂണിറ്റ് എടുക്കുമ്പോഴത്തേക്കും 500 ന്യൂട്ടൺ നമുക്ക് അതിനകത്ത് റിസംബിൾ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതുവഴി നിങ്ങൾ സ്കെയിൽ ചെയ്തെടുക്കുക ഇത്. അപ്പം ഈ പറയുന്ന രീതിയിൽ എഫ് ഇസ് ഈക്വൽ ടു 8000 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത് നമുക്കറിയാവുന്ന കമ്പോണന്റ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാവുന്ന ഒരു കമ്പോണന്റ്. അപ്പൊ അത് നമ്മൾ സ്കെയിൽ ചെയ്യുകയാണ്. അപ്പൊ അത് സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുക. ഈ ഒരു ഡയറക്ഷൻ ഞാൻ ഫോളോ ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് ഞാൻ ഇവിടെ എഴുതുന്നു, F34N. ഓക്കെ, F34N കിട്ടി. അടുത്തത് നമുക്ക് F34R, റേഡിയൽ കമ്പോണന്റ്. അപ്പൊ ആ റേഡിയൽ കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഡയറക്ഷനിലും പോവാം. ഓക്കെ, അപ്പം ഇതിന്റെ ഡയറക്ഷൻ മാത്രം നമുക്കറിയാം, ഡയറക്ഷൻ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ മാത്രം അറിയാം, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പോയിന്റിൽ നിന്ന് ഇതിന് പാരലൽ ആയിട്ട് തന്നെ ഞാൻ ഈ പറയുന്ന സാധനം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ വരെയാണ് പോകുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വേറൊരു കാര്യം അറിയാം, ഈ F14ന്റെ ഡയറക്ഷനും എനിക്കറിയാം. സോ F14 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെയും ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏതായിരുന്നു? F34R ആണ്. F34R ആണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ F14 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ടിങ് അപ്വേർഡ്സ്. സോ ഞാൻ അതിന്റെ ഡയറക്ഷനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദെയർ ബൈ യു ഗെറ്റ് എ ക്ലോസ്ഡ് ഫോഴ്സ് പോളിഗൺ. ഇതാണ് ഒരു ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ബൈ യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ഏതാണ് നമ്മുടെ പിസ്റ്റൺ. ഇത് പിസ്റ്റന്റെയാണ് ഫോഴ്സ് അനാലിസിസ് നമ്മൾ ചെയ്തത്. പിസ്റ്റന്റെ ഫോഴ്സ് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, പിസ്റ്റൺ എന്ന് പറയുന്ന എലമെന്റ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ കറസ്പോണ്ടിംഗ്ലി യു ക്യാൻ ഫൈൻഡ്, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വേറൊന്നുമല്ല, ഈ FN34ഉം FR34ഉം, അതായത് F34 എന്ന് പറയുന്ന ഫോഴ്സിന്റെ രണ്ട് കമ്പോണന്റ്സ് ആണിത്. നോർമൽ കമ്പോണന്റും റേഡിയൽ കമ്പോണന്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് കമ്പോണന്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ലേ, ഇങ്ങനെ പോകുന്നതായിരിക്കില്ലേ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? F34 ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ലൈൻ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ വാല്യൂ വരുന്നത് 8324 ന്യൂട്ടൺ ആണ്. ഇത് എന്തിനാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, അല്ല നമ്മൾ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ ചോദിക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിനി അടുത്തത് ലിങ്ക് 3ന്റെയും ഇതുപോലെ തന്നെ ഒരു ഫോഴ്സ് അനാലിസിസ് നമ്മൾ നടത്താൻ പോവുകയാണ്. അന്നേരം ഈ നോർമൽ കമ്പോണന്റ് റേഡിയൽ കമ്പോണന്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ റിസൾട്ടന്റ് ആയ F34 കണ്ടുപിടിക്കാനായിട്ട് നോക്കിയത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ F34 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ നേരത്തെ ആ ഒരു ലിങ്ക് 3ന്റെ ഫോഴ്സസ്, ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F3 is acting on 4. എന്നിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? F2 is acting on 3. അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്നത് F4 is acting on 3. ആൻഡ് ഇവിടെ ആക്ട് ചെയ്യുന്ന അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F3 is acting on 2.
അപ്പൊ ഇത്രയും ഫോഴ്സസ് ആണ് ഈ ലിങ്ക് 3 ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് 3 ഫോഴ്സ് ഡയഗ്രാം, ഫോഴ്സ് പോളിംഗ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ ഇത് മാത്രമല്ല, ഇതിന് ശേഷം നമുക്ക് വരുന്ന വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? ഇതല്ല, നമ്മുടെ ഒരു പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ആസ് സി. ഈ ഒരു ഫോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ഫോഴ്സ് പി ഇസ് ഈക്വൽ ടു 2000 ന്യൂട്ടൺ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഒരു പി എന്ന് പറയുന്ന വാല്യൂ മാത്രമേ നമുക്ക് അറിയാവുന്നുള്ളൂ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രമേ നമുക്ക് അറിയാവുന്നുള്ളൂ. സോ ആദ്യം തന്നെ ഞാൻ അതിന്റെ ഫോഴ്സ് ഡയഗ്രാം, ഈ ലിങ്ക് 3ന്റെ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്, ഫോഴ്സ് പോളിംഗ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പി മാർക്ക് ചെയ്യുകയാണ്. പി ഇസ് ഈക്വൽ ടു 2000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത കമ്പോണന്റ് ഏതാണ്? അടുത്ത് നമുക്ക് അറിയാവുന്ന ഒരു കമ്പോണന്റ് ആണ്. ഏതാണ് ആ കമ്പോണന്റ്? അടുത്ത് നമുക്കറിയാവുന്ന കമ്പോണന്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് F34 അല്ലെങ്കിൽ F43 ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന കമ്പോണന്റ്. ഇൻഫാക്ട് നമുക്ക് ഈ F43 നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ കാരണം ഇവിടെ കണ്ടുപിടിച്ച F34 ആണ് അല്ലെങ്കിൽ F43 ആണ്. അപ്പൊ ഇവിടെ F43 നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, F43 നിന്ന് തുടങ്ങാം. അപ്പൊ F43 നമുക്ക് വാല്യൂ അറിയാം, 8324 ന്യൂട്ടൺ എന്ന് പറയുന്നതിന്റെ വാല്യൂ. അതിന്റെ ഡയറക്ഷൻ നമുക്കറിയാം ഇല്ലേ? നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. സോ ഈ ഡയറക്ഷന് പാരലായിട്ട് തന്നെ നമ്മൾ ഇതെടുക്കുക. അപ്പൊ ഇതെടുക്കുക. അതിനുശേഷം ഈ പറയുന്ന പി ഇസ് ഈക്വൽ ടു 2000 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് പോളിംഗിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് F32 എന്ന് പറയുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ F23 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മാത്രമേ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളൂ. 2 ആക്ടിങ് ഓൺ 3, അത് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലിങ്കും കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് എഴുതിയിടാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, അതിലൊന്ന് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F43 എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്ക് 4 ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ലിങ്ക് 3 ആക്ട് ചെയ്യുമ്പോഴാണ് അതിന് F43 എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? F23, ലിങ്ക് 2 ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ലിങ്ക് 3 ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ F23 എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പി എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഇത്രയും ഫോഴ്സസ് ആണ് നമ്മൾ ഈ ഫോഴ്സ് പോളിംഗിൽ കണ്ടുപിടിച്ച് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഈ 3 ഫോഴ്സസും വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോഴ്സ് പോളിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ വന്നു? F43 വന്നു, F23 വന്നിട്ടില്ല, പി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് പെൻഡിങ് ഉള്ളത് F23 മാത്രമാണ്. അതും വെച്ച് നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഡയറക്ഷൻ അറിയാവോ? നമുക്ക് F23ന്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് F23ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് മെഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് F23ന്റെ വാല്യൂ കിട്ടും. എനിക്കിവിടെ 8843 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർക്കണം. സ്കെയിൽ ചെയ്യുമ്പോൾ എല്ലായിടത്തും സ്കെയിൽ ഒരുപോലെ ആയിരിക്കണം. അപ്പൊ അവിടെ 500 ന്യൂട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 500 ന്യൂട്ടൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ ലിങ്ക് 3ന്റെയും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഫോഴ്സ് പോളിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി അടുത്തത് ലിങ്ക് 2 ആണ്. ഓക്കെ, ലിങ്ക് 2 എന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡറിന്റെ ക്രാങ്ക് ആണ്. ശരിക്കും ആ ക്രാങ്കിനെയാണ് നമ്മൾ ലിങ്ക് 2 എന്ന് പറയുന്നത്. അപ്പൊ ക്രാങ്ക് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഏതാണ്? ലിങ്ക് 3 ഉണ്ടാകുന്ന ഫോഴ്സ് 2 ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് F32 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി F12 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ശരിക്കും ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോഴ്സ് പോളിംഗ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ F32ന്റെ വാല്യൂ നമുക്ക് കിട്ടണമായിരുന്നു. അത് നമുക്ക് ഇവിടെ കിട്ടി. F23 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്ന് നമുക്ക് ആ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന് എഴുതിയിടുവാണ്. F32 എന്ന് പറയുന്നത് F23 തന്നെയാണ്. അത് വേറൊന്നുമല്ല, 8843 ന്യൂട്ടൺ തന്നെയാണ്. അതും വേറൊന്നുമല്ല, F12 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ അത്രയും റിലേഷൻ ഉണ്ട്. അതായത് F32 എന്ന് പറയുന്നത് തന്നെയാണ് F12 എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് 8843 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എളുപ്പമായിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞാണ്, ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് F32 ഇൻറ്റു H. ഓക്കെ, F32 ഇൻറ്റു H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 1680.2 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ടോർക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന
ഒരു മെത്തേഡാണിത്. ഇതിലും കുറച്ചുകൂടി എളുപ്പമാണ് അടുത്തത് വരുന്നത്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ശരിക്കും ഒരു വെലോസിറ്റി ഡയഗ്രാം, ഇതിനകത്ത് നമ്മൾ ഫോഴ്സ് പോളിംഗ് മാത്രമേ വരച്ചിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് ആയിട്ട് ഒരു വെലോസിറ്റി ഡയഗ്രാം കൂടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. കാരണം ഞാൻ എവിടേക്കോ കുറച്ച് സ്പീഡായിട്ട് പോയി, കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തു വന്നപ്പോൾ. അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, ഇതിന്റെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെൻഷൻ ചെയ്യുന്നതായിരിക്കും.